കോട്ടയം നഗരസഭയിൽ ഓഡിറ്റ് വിഭാഗം പരിശോധന നടത്തി. 3 കോടിയുടെ പെൻഷൻ തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം പരിശോധന നടത്തുന്നത്. ഫയലുകൾ, ബാങ്ക് ഇടപാടുകൾ, രേഖകൾ എന്നിവ അടക്കം പരിശോധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, കോട്ടയം നഗരസഭയിലാണ് ഇത്തരത്തിലുള്ള പെൻഷൻ തട്ടിപ്പ് നടന്നതായുള്ള പരാതികൾ വരുന്നത്. അവിടെയാണ് ഇപ്പോൾ ഒരു മിന്നൽ പരിശോധന തന്നെ ഓഡിറ്റ് വിഭാഗം നടത്തുന്നത്. എന്തെങ്കിലും ക്രമക്കേടുകൾ സംബന്ധിച്ച എന്തെങ്കിലും ഫയലുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ മിഥുൻ? നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും പോലീസ് സംഘവും ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മറ്റ് വിവിധ വിഭാഗങ്ങളും ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. കോട്ടയം നഗരസഭയിൽ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയെല്ലാം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അന്വേഷണവും, ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണവും തുറന്നുകൊണ്ടിരിക്കുകയാണ്. വകുപ്പ് തല നടപടികളും ഇതോടകം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചില ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ കോട്ടയം നഗരസഭയിൽ ഓഡിറ്റ് വിഭാഗം പരിശോധന നടത്തുന്നത്. ഏതാണ്ട് 3 കോടിയിലധികം രൂപ പെൻഷൻ തട്ടിപ്പ് കോട്ടയം നഗരസഭയിൽ നടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുൻ ജീവനക്കാരനായിട്ടുള്ള അഖിൽ സി വർഗീസ് ആണ് ഇത്തരത്തിൽ ഒരു പ്രതിമാസം ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ തന്റെ മാതാവിന്റെ അക്കൗണ്ടിലേക്ക് വകമാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ കടത്തിക്കൊണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. ഏതാണ്ട് 4 വർഷത്തിലധികം ഇത്തരം തട്ടിപ്പ് നടത്തിയിട്ടും പലതവണ നടത്തിയ ഓഡിറ്റിങ്ങിലും അല്ലെങ്കിൽ മറ്റു പരിശോധനകളിലൊന്നും ഇത് കണ്ടുപിടിക്കപ്പെടാനാകാത്ത വിധത്തിൽ വിദഗ്ധമായിട്ടായിരുന്നു ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നത്. ആ തട്ടിപ്പ് പിന്നീട് പുറത്തു വന്നത് വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി നഗരസഭ പണം കൈമാറുന്നതിന് വേണ്ടി സ്റ്റോക്ക് പരിശോധിച്ചപ്പോഴായിരുന്നു, പണത്തിന്റെ സ്റ്റോക്ക് പരിശോധിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള വലിയ അന്തരം കണ്ടെത്തിയത്. അതേ തുടർന്നാണ് അന്വേഷണം പ്രഖ്യാപിക്കുകയെല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ ഓഡിറ്റ് വിഭാഗം അവിടുത്തെ ഫയലുകളും അതുപോലെ തന്നെ ബാങ്ക് ഇടപാട് സംബന്ധിച്ച രേഖകളുമെല്ലാമാണ് പരിശോധിക്കുന്നത്. നേരത്തെ തന്നെ ഈ രേഖകളെല്ലാം ക്രൈംബ്രാഞ്ച് സംഘവും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘവും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഈ അഖിൽ സി വർഗീസ് ഇപ്പോഴും തട്ടിപ്പ് നടത്തിയ അഖിൽ സി വർഗീസിനെ ഇപ്പോഴും പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഏതാണ്ട് ഈ തട്ടിപ്പ് പുറത്തു വന്ന് ഏതാണ്ട് 1 മാസത്തിലധികം സമയമായി. ഇപ്പോഴും ഈ അഖിൽ സി വർഗീസിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ ഈ തട്ടിപ്പിന് ഉത്തരവാദികളായവർ അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ മേൽനോട്ടം വഹിക്കേണ്ടവരെല്ലാം കൃത്യവിലോപം നടത്തിയെന്നാരോപിച്ച് ഏതാണ്ട് 4ലധികം ഉദ്യോഗസ്ഥരെ, നഗരസഭ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഈ നഗരസഭയിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഫയലുകൾ ഇതിനോടകം തന്നെ പരിശോധന പൂർത്തിയായതിനാൽ പുതുതായി എന്തെങ്കിലും കണ്ടെത്തലുകൾ ഓഡിറ്റ് വിഭാഗം നടത്തുമോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. ഏതായാലും പരിശോധനകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്.